ഹായ് നമസ്കാരം. ഹിരോഷിമ നാഗസാക്കി എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പതിപ്പാണിത്. പതിപ്പിന് ആദ്യം തന്നെ ഒരു പേര് നൽകണം. ഒരു ദുരന്ത സ്മരണ എന്നതാണ് ഞാൻ നൽകിയ പേര്. ശേഷം പതിപ്പിന് ഒരു ഉള്ളടക്കം ഇതുപോലെ തയ്യാറാക്കാം. പതിപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളാണ് ഉള്ളടക്കത്തിൽ ചേർക്കേണ്ടത്. ഇനി നമുക്ക് ആമുഖം നോക്കാം. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് 1945 ഓഗസ്റ്റ് 6-നും 9-നും ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകൾ വർഷിച്ചത്. ഈ ദുരന്തം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും ആണവായുധങ്ങളുടെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുകയും ചെയ്തു. ഓരോ വർഷവും ഈ ദിനങ്ങൾ ആചരിക്കുന്നത് സമാധാനത്തിനായുള്ള ആഹ്വാനവും ഇത്തരം ദുരന്തങ്ങൾ ഇനിയൊരിക്കലും ആവർത്തിക്കില്ലെന്ന പ്രതിജ്ഞയുമാണ്. ഹിരോഷിമ ദിനം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. ആ ദിവസമാണ് ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് 6 ആണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്കു നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. ജനറൽ പോൾഡിക്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബിവത് ബോംബർ വിമാനമായ എനോള എയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. 1,40,000-തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1,50,000-തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടിയാളുകൾ രോഗം ബാധിച്ച് ജീവിതം നയിക്കുന്നു. നാഗസാക്കി ദിനം. ചരിത്രത്തിന്റെ ഏടുകളിൽ കറുത്ത ദിനമായി ഓഗസ്റ്റ് 9 രേഖപ്പെടുത്തിയതായാണ് നാഗസാക്കി ദിനം. 1945 ഓഗസ്റ്റ് 9-നാണ് ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബ് ആക്രമണം നടത്തിയത്. ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നു. അതിന്റെ നടുക്കം മാരും മുൻപായിരുന്നു നാഗസാക്കിയിലും ആക്രമണം നടന്നത്. 4,630 കിലോ ടൺ ഭാരവും ഉഗ്രസ്ഫോടകശേഷിയുള്ള ഫാറ്റ് മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയെ അഗ്നി ഇരയാക്കിയത്. ഏകദേശം 80,000-തോളം മനുഷ്യജീവുകളാണ് നാഗസാക്കിയിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്നിവയുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിത്രങ്ങൾ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അടുത്തതായി സഡാക്കോ സസാക്കി പരിചയപ്പെടാം. 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബ് അക്രമത്തിൽ രക്തസാക്ഷിയാവേണ്ടിവന്ന ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബിടുന്നത്. അപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം വരുത്തിവച്ചു. 1000 കടലാസുകൊക്കുകളെയുണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട്. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്നു ഉണ്ടാക്കി. പക്ഷേ 644 ഉണ്ടാകിയപ്പോഴേക്കും അവൾ മരണത്തിനു കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എന്ന എണ്ണം പൂർത്തിയാക്കി അവളോടൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോകസമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. ഇനി ഏതാനും യുദ്ധവിരുദ്ധ പോസ്റ്റർ വാചകങ്ങൾ നോക്കാം. യുദ്ധത്തിനെതിരെ നാം. ഇനിയൊരു യുദ്ധം വേണ്ട. യുദ്ധം ഇല്ലാത്ത ലോകം നമ്മുടെയാകട്ടെ. കലഹം നശിക്കട്ടെ. സമാധാനം പുലരട്ടെ. യുദ്ധം നാശത്തിലേക്കുള്ള കവാടമാണ്. യുദ്ധമല്ല, ജീവനാണ് പ്രധാനം. ഇനി കുറച്ചു പോസ്റ്റർ കാണാം. ഇനി കുറച്ച് ക്വിസ് ചോദ്യങ്ങളും ഉത്തരവും നോക്കാം. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത്? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധത്തിൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 6. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 9. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാറ്റ് മാൻ. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്?
ഉത്തരം ഹിരോഷിമ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. ഉത്തരം എനോള ഗേ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. ഉത്തരം ബോസ്കർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.